വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരുടെയും പെരുന്നാൾ ആഘോഷങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും ലീവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഓഫീസിലൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇപ്പോഴെന്താ പെരുന്നാളിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും അല്ലേ വിചാരിക്കേണ്ടത്. ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത്. അപ്പം നമ്മൾ തലേന്ന് പെരുന്നാളിന് തലേ ദിവസം തന്നെ കസ്റ്റാർഡും പുഡിങ്ങൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ പായസം ഉണ്ടാക്കുന്ന ഡ്യൂട്ടി എനിക്കായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റ് പായസമൊക്കെ ഉണ്ടാക്കി വെച്ച് എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. ഇന്നലെ രാത്രി ഉറങ്ങുമ്പോൾ തന്നെ ഏകദേശം 1:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ നല്ല വിശപ്പായതുകൊണ്ട് കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ടേക്കായിരുന്നു. പേര് നമുക്കല്ല, പക്ഷെ രസം ഉപയോഗിക്കാനുണ്ട്. അപ്പം ഇന്നലത്തെ കുറച്ച് ചെമ്മീൻ കറി ഉണ്ടായിരുന്നു. ചെമ്മീൻ കറി കൂട്ടി നമുക്ക് നല്ല വിശപ്പുണ്ട്. അങ്ങനെ ലൈറ്റായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒരു ഗ്ലാസ് പായസം കൂടെ കുടിച്ചപ്പോൾ ഈശ്വര വയറ് നമ്മോട് നിറഞ്ഞു. ഇനി ഉച്ചക്കേക്കുള്ള സ്ഥലം വെക്കണമെന്നൊക്കെ ഞാൻ ആലോചിക്കുകയായിരുന്നു കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് പെരുന്നാളിൻ്റെ അന്ന് സ്പെഷ്യൽ മന്തിയായിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായത്. അങ്ങനെ ഓരോ ആൾക്കാരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതേ ഉണ്ടായിരുന്നു. അങ്ങനെ മന്തി കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയായി. പിന്നെ കസ്റ്റാർഡ് ഇന്നലെ തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രൂട്ട്സൊക്കെ ഇന്ന് കട്ട് ചെയ്ത് വെച്ച് രാവിലെ തന്നെ മിക്സ് ചെയ്തൊക്കെ വെച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കസ്റ്റാർഡ് കഴിക്കാൻ. എന്തോ ഭയങ്കര ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന ഒരു ഫീലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും വന്ന് അപ്പോഴത്തേനും നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ ഒരു 1:30 ഒക്കെ ആകുമ്പോൾ വിളമ്പി വെക്കാൻ തുടങ്ങി. ഫുഡിൻ്റെ മണം കെട്ടിട്ടാണോ എന്നറിയില്ല, പുറത്ത് ഒരാൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. കുറച്ച് ഫുഡ് എടുത്തിട്ട് അതിന് കൊടുത്തിട്ട് താഴെ വെക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ കയ്യിൽ കയറി കഴിക്കാനായിരുന്നു അതിന് തിരക്ക്. അങ്ങനെ ആ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മളെല്ലാവരും ഇരുന്ന് കഴിച്ചു. കസ്റ്റാർഡും പുഡിങ്ങും പായസവും മന്തിയും മയോണൈസും ചട്നിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ വില്ലയിൽ ഒരു 4 ഫാമിലിയൊക്കെ ഉള്ളതുകൊണ്ട് അടിപൊളിയാണ് കേട്ടോ. എന്ത് പരിപാടി ഉണ്ടാകും നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചിങ്ങനെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കും. വർത്താനൊക്കെ പറഞ്ഞ് നല്ല ഫുഡും കാര്യങ്ങളും കഴിച്ച് അങ്ങനെ ഇരിക്കും കേട്ടോ. പിന്നെ പാട്ടുകാരനോ ഡാൻസ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ലൈറ്റായിട്ട് കസ്റ്റാർഡും കൂടെ കഴിച്ച് വൈകുന്നേരം ആവുമ്പോൾ നമ്മൾ പുറത്ത് പോകാൻ വിചാരിച്ചു. ഈദ് മുബാറക് എല്ലാവർക്കും ഈദ് മുബാറക്. ഈദ് മുബാറക് പറടി. ഈദ് മുബാറക്. നമ്മൾ പെരുന്നാളിനോ അല്ലെങ്കിൽ എന്ത് തരം ലീവ് ഉണ്ടായാലും നേരത്തെ കൂട്ടൊന്നും പ്ലാൻ ചെയ്യലൊന്നും വലിയ നടക്കില്ല കേട്ടോ. അതുകൊണ്ട് നേരത്തെ കൂട്ടൊന്നും പ്ലാൻ ചെയ്യാറില്ല എന്ന് തന്നെ പറയാം. വെറുതെ എവിടെയെങ്കിലും എല്ലാവരും കൂടി പറയാം അവിടെ പോവാം, ഓക്കെ എന്നിട്ട് അവിടെ തന്നെ പോവാന്ന് വിചാരിക്കും. അങ്ങനെ ഇപ്രാവശ്യം വൈകുന്നേരം പെരുന്നാളിലും അൽമോജിലാണ് കേട്ടോ പോയിട്ടുണ്ടായത്. എൻ്റെ പൊന്നെ അവിടെ പോകുമ്പോഴത്തേനും ഒടുക്കത്തെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടി അങ്ങോട്ട് തന്നെ വന്നിരുന്നാ തോന്നുന്നത്. പിന്നെ അവിടെ കുറച്ച് ഇരുന്ന് ഇവർ പറഞ്ഞ കളിയും കാര്യങ്ങളൊക്കെ ആയി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. പിന്നെ പോകുന്ന സ്ഥലത്ത് മുഴുവനും ഫോട്ടോഷൂട്ടും വീഡിയോ ഒക്കെ ആയിരുന്നു കേട്ടോ. ഞാനിതുപോലെ വീഡിയോ ഒക്കെ എടുത്ത് നടന്നുകൊണ്ട് എനിക്ക് വലുതായിട്ട് ബോറടിച്ചില്ല. പിന്നെ എല്ലാവരും കൂടി അവിടെ പോയി കുറേ സമയത്ത് കുറേ വർത്താനൊക്കെ പറഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴാണ് പിന്നെ നമ്മൾ വില്ലയിലേക്ക് വന്നത്. നാളെ ഒരു ചെറിയ ട്രിപ്പ് ഉണ്ട്. എവിടെ പോന്നേ? ടാറ്റ പോകുന്നുണ്ടോ? അങ്ങനെ പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോകാന്ന് വെച്ചൊരു പോകാത്ത സ്ഥലത്തേക്കാണ് കേട്ടോ. എന്താ എന്തേതു ചിപ്സാ തരോ? താങ്ക് യു. എന്നത്തെയും പോലെ ഇപ്രാവശ്യം പെരുന്നാളിന് ഏകദേശം 3 ദിവസം ലീവ് ഉണ്ടായിരുന്നു. പെരുന്നാൾ ദിവസമാണെങ്കിൽ നമ്മൾ വൈകുന്നേരം മാത്രമേ ഇറങ്ങാറുള്ളൂ. പിറ്റേ ദിവസമാണ് എവിടെയെങ്കിലും പോകാറ്. അങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് പ്ലാനും കാര്യങ്ങളൊന്നും നമ്മളെ ഫാമിലിയിൽ പറഞ്ഞതില്ലാത്തതുകൊണ്ട് പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു റീല് കണ്ടു, അതനുസരിച്ച് നമ്മൾ ട്രിപ്പും പ്ലാൻ ചെയ്ത് എല്ലാവരും സെറ്റായി രാവിലെ ഫുഡ് ഉണ്ടാക്കി അവിടെ നിന്ന് ഇറങ്ങി. മസ്കറ്റിന് ഏകദേശം 2-2.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വാദി സുമുത്താണ് കേട്ടോ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ നമ്മൾ എത്തിപ്പെട്ട് ലാസ്റ്റ് ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് എത്തിയത് ഒരു വീടിൻ്റെ പക്കത്തായിരുന്നു. അവിടെ അങ്ങോട്ട് തിരിയാൻ സ്ഥലമില്ല, ഇങ്ങോട്ട് തിരിയാനും സ്ഥലമില്ല. ഒരു വണ്ടി കൂടെ വന്നു കഴിഞ്ഞാൽ അവിടെ ഫുള്ള് പെട്ട് അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. പക്ഷെ ലാസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ച് നേരെ അവിടെ എത്തി. എൻ്റെ പൊന്നോ പറയാനില്ല, അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. റീല് നോക്കിയിട്ടാണോ എന്നറിയില്ല, ഒരുപാട് പേര് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ കുറച്ച് ടഫാണ്. അത് കുറെ ഓഫ് റോഡിൽ കൂടെ ഒക്കെ പോകാനുള്ളതുകൊണ്ട് വണ്ടി അതനുസരിച്ച് ഉണ്ടായാൽ മാത്രമേ നമുക്ക് പോയിട്ട് കാര്യമുള്ളൂ കേട്ടോ. വെള്ളമൊക്കെ അടിപൊളി നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു കേട്ടോ. ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു. മീനുണ്ട് സിയാ? എത്ര മീനല്ലേ? 5 ഉണ്ടാ? മീനെ പിടിച്ചോ, മീനെ പിടിച്ചോ. മീൻ പോയാ പിടിക്കി. വെള്ളച്ചാട്ടം റീൽസൊക്കെ കണ്ടാത്തൊന്നും ഏറ്റവും ടോപ്പിന്ന് വീഴുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. അപ്പോഴത്തേനും അതിന് മാത്രമൊന്നുമില്ല, ചെറിയൊരു വെള്ളച്ചാട്ടം. അതായത് ഒരു കല്ലിൻ്റെ ഇടയ്ക്ക് നിന്ന് കുറച്ച് വെള്ളം വരുന്നുണ്ട്. അതിനെയാണ് ഇവർ ഇത്രയും പുകത്തി പറയുന്നത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഈ ഒരു സ്ഥലം അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ റീൽസൊക്കെ നോക്കി വന്നതുകൊണ്ട് തന്നെ വലിയ പെട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചോറും അതേപോലെ മട്ടൻ കറിയും ചിക്കൻ കറിയും അച്ചാറൊക്കെ ആയിരുന്നു കേട്ടോ ഫുഡ് എന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഒരു റൗണ്ട് കുളിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നു. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. ഈ ബാക്ക്ഗ്രൗണ്ട് കാണുന്നതാണ് ആ വെള്ളച്ചാട്ടം.
അപ്പോൾ ഇതാണ് വെള്ളച്ചാട്ടം എന്ന് വിചാരിച്ചിട്ട് വന്നാൽ മതി, അല്ലാതെ അത്ര ഹൈപ്പുള്ള വെള്ളച്ചാട്ടമൊന്നും ഇല്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ല, അടിപൊളി സ്ഥലം തന്നെയല്ലേ. ഇത്രയും ദൂരത്ത് നിന്ന് വന്നിട്ട് നമ്മൾ ഇത്രയെങ്കിലും കണ്ടല്ലോ എന്നുള്ളൊരു സമാധാനത്തിലായിരുന്നു. പിന്നെ അഥവാ വെള്ളം ഉണ്ടാവില്ല എന്നുള്ളൊരു ടെൻഷനൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ വെള്ളമൊക്കെ അടിപൊളിയായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ പിന്നെ എല്ലാവരും വരാൻ തുടങ്ങി. ഇതുപോലുള്ള സ്ഥലത്തൊക്കെ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ച് രാവിലെ തന്നെ വന്നിട്ട് ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ തിരിച്ചു പോകണം. കാരണം എല്ലാവരും ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഇറങ്ങാൻ നിൽക്കുന്നത്. അപ്പോഴത്തേനും ഫുള്ള് വെള്ളമൊക്കെ ഫുള്ള് കലങ്ങി. പിന്നെ കുറേ ആൾക്കാർ വേസ്റ്റൊക്കെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടിടുന്നുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഇത് മോശമാക്കുന്നത് നമ്മളൊക്കെ തന്നെ അല്ലേ, വേസ്റ്റൊക്കെ കൊണ്ടിട്ടിട്ട്. പക്ഷെ എന്നാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയ സമയത്ത് നമുക്ക് കുറച്ച് ഫ്രഷ് ഈത്തപ്പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഫ്രഷ് ഈത്തപ്പഴത്തിൻ്റെ ടേസ്റ്റും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് വേറെ തന്നെ രുചിയാണ്. ഇതൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല മധുരമൊക്കെ ആയിട്ട് നമുക്കത് വേറെ തന്നെ അറിയാനും കൂടെ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിച്ച് നമ്മൾ നേരെ വില്ലയിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഈ ഒരു പെരുന്നാൾ 3 ദിവസം ഉണ്ടായത് ഏകദേശം 2 ദിവസം തീരുമാനമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വൈകുന്നേരം ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ വില്ലയിലെത്തി. അങ്ങനെ ഈ ഒരു വീഡിയോ എൻ്റെ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സ്ഥലത്തിന് ലൊക്കേഷൻ വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ. അങ്ങനെ വൈകുന്നേരം KFC കൂടി ഉള്ളതുകൊണ്ട് വൈകുന്നേരത്തെ ഫുഡ് സെറ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.